ലക്ഷ്മി വർക്കിലേക്ക് സ്വാഗതം. വേറൊരു റേഡിയോ ഇവിടെ പണിയാൻ വന്നിട്ടുണ്ട്. ഇത് അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി ഓച്ചിറയിൽ. അപ്പോൾ അങ്ങനെ പറഞ്ഞത് ഓച്ചിറയ്ക്കടുത്ത് ഓച്ചിറയുടെ ഇടത് ഭാഗത്തൂടെ ഒരു വഴിയുണ്ട്. ആ വഴിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. എന്നോട് പറഞ്ഞാണ്. അന്നേരം അവിടുന്ന് കൊണ്ടുവന്നതാണ് ഈ റേഡിയോ. അദ്ദേഹം സ്കൂൾ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് ഹെഡ് മിസ്സായിട്ട് റിട്ടയർഡ് ചെയ്തതാണ്. അപ്പോൾ അവർ ഇപ്പോൾ വിശ്രമമായിട്ട് ജീവിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഓച്ചിറയ്ക്ക് ഒന്ന് പോയിരുന്നു തൊഴാൻ വേണ്ടി. അദ്ദേഹം പ്രത്യേകം എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ വീടും എല്ലാം പഴയൊരു കെട്ടിടമാണ്. പഴയ കെട്ടിടം ഒരു പുതുക്കിയ നിലയിലാണ് ഇരിക്കുന്നത്. വളരെ കാര്യമായിട്ട് എന്നെ സ്വീകരിച്ചു. എനിക്ക് രാവിലത്തെ കാപ്പി കൂടിയെല്ലാം അവിടെ നിന്നായിരുന്നു. ആ ഹെഡ് മാസ്റ്റർ അമ്മ എനിക്ക് കാപ്പി ഉണ്ടാക്കി തന്നു. ദോശയായിരുന്നു തന്നത്, ദോശയും കാപ്പിയും. ആ ചമ്മന്തി ആണെങ്കിൽ നല്ല ഉഗ്രം ചമ്മന്തിയായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം തന്ന് തൃപ്തിയായിട്ടാണ് എന്നെ അവിടുന്ന് യാത്ര അയച്ചത്. അവർ നല്ല സ്വഭാവമാണ്. അവരുടെ സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വന്തമായിട്ട് അവരുടെ സ്വന്തക്കാർ കയറി പോകുന്ന പോലെ നല്ല കാര്യമായിട്ട് തന്നെ എന്നെ കണക്കാക്കി സംസാരിച്ചു, ഇരുത്തി സംസാരിച്ചു. എന്നിട്ട് ഇനിയും വരണേ എന്നൊക്കെ പറഞ്ഞു വിട്ടു. അപ്പോൾ അവിടുന്ന് എന്നെ വണ്ടിയിൽ ഓച്ചിറയിൽ കൊണ്ടുവിട്ടു. അവിടെ ചെറിയൊരു ചാറ്റലും മഴയുണ്ടായിരുന്നു. പിന്നെ അമ്പലമല്ല, ആൽത്തറയാണല്ലോ. രണ്ട് ആൽത്തറയാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ ദർശനം കഴിഞ്ഞപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുടയായിട്ടാണ് ഞാൻ പോയത്. ഇപ്പം ഒരുപാട് നല്ല മഴ പെയ്യുമ്പോൾ നമുക്ക് കുടയൊരു അസൗകര്യമാണ്. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വെയിറ്റിംഗ് ഷെഡിലോട്ട് വന്നപ്പോൾ കായംകുളം ബസ്സാണ് കിട്ടിയത്. അവിടുന്ന് നേരെ ഇടിച്ചു തള്ളി കയറി കായംകുളത്ത് വന്നു. കായംകുളത്ത് വന്നിട്ട് അവിടുന്ന് ഒരു കോട്ടയം ബസ് കിട്ടി. അങ്ങനെ രക്ഷപ്പെട്ട് ഞാൻ കോട്ടയം വന്നിട്ട് അവിടുന്ന് ഏറ്റുമാനൂർക്ക് വരികയായിരുന്നു. അങ്ങനെയാണ് ഒരു യാത്ര ഞാൻ ചെയ്തു. ഓച്ചിറയിൽ പോയതാണ്. അപ്പോൾ അദ്ദേഹം ഇത് നന്നാക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്ത് മേടിച്ച സെറ്റാണിത്. അപ്പോൾ നല്ല കണ്ടീഷനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ കുറച്ച് നാളായിട്ട് കേടായിപ്പോയി. കുറച്ച് നാൾ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ വീഡിയോ കണ്ട് അദ്ദേഹം എന്നെ വിളിച്ചു. ഇതുപോലെ ഒരു സെറ്റ് ഇരിപ്പുണ്ട്, ഒരു ഫിലിപ്സ് സെറ്റ് ഇരിപ്പുണ്ട്, അതൊന്ന് റെഡിയാക്കി തരുമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കൊണ്ടുപോരാൻ നമുക്ക് റെഡിയാക്കി എടുക്കാം. അന്നൊരു പ്രദോഷക്കാലമായിരുന്നു ഏറ്റുമാനൂർ അമ്പലത്തിൽ. വൈകിട്ടൊരു 5:30 ആയപ്പോഴാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം വന്നു, ദർശനം കഴിഞ്ഞു, പ്രദോഷം കണ്ടു. അപ്പോൾ വലിയ സന്തോഷമായി. പ്രദോഷം കണ്ടിട്ട് ഈ റേഡിയോ എൻ്റെ വീട്ടിലോട്ട് എത്തിക്കുകയും പിന്നെ അത് എത്രയും പെട്ടെന്ന് തരണമെന്ന് പറഞ്ഞു. ഇത് ഏതായാലും 1 മാസക്കാലം പിടിക്കും ഇത് റെഡിയാക്കണമെങ്കിൽ. ഇതിൻ്റെ അകത്തെ സാധനങ്ങളൊക്കെ ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞായിരിക്കുന്നത്, ഈ സൈഡെല്ലാം പോയായിരിക്കുന്നത്. അപ്പോൾ ഇത് ഫ്ലെക്സാണ് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് മൈക്കാക്കുമ്പോൾ നല്ല സ്റ്റഡി ആയിട്ട് ഇവിടെ ഇരുന്നോളൂ. പിന്നെ ഇത് നോബ് വന്നിട്ടൊന്ന് തേച്ച് കഴിയാൽ മതി. ഇവിടെ കുറച്ച് പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇതിൻ്റെ മൈക്ക് എല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ പുതിയ ഒരു മൈക്ക് ഒട്ടിച്ച് എല്ലാം റെഡിയാക്കി പുതിയതുപോലെ ആക്കി നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കിയിട്ട് അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ റെഡിയാക്കി വരുമ്പോൾ എനിക്ക് തരേണ്ട പ്രോത്സാഹനങ്ങൾ അറിയാമല്ലോ. എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്ന ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ലൈക്ക് എല്ലാം തന്ന് നിങ്ങൾ സഹായിക്കുക. എന്ന് വെച്ചാൽ അതൊരു ലൈക്കുമൊക്കെ ചെയ്യുന്നത് നമുക്കൊരു ഇല്ലാത്തതുപോലെ കാണരുത്. അതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്ന പോലെ കാണരുത്. ഇതൊരു ലൈക്ക് തന്നെന്നും വെച്ചാൽ യാതൊരു പിശുക്ക് പോലെ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഇപ്പം മൊബൈൽ നോക്കുന്ന ഇടയ്ക്ക് ഒരു ലൈക്കൊക്കെ തന്നാൽ എനിക്കൊരു ഭയങ്കര പ്രോത്സാഹനമായിരിക്കും. അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഇത് റെഡിയാക്കി വരുമ്പോൾ ഈ പഴയ റേഡിയോയ്ക്ക് ഈ കാണുന്ന
നിങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും ഒക്കെ തരുന്നത് എനിക്ക് നോക്കുമ്പോൾ എനിക്കൊരു ആകാംക്ഷയാണ്, പെട്ടെന്ന് ഇത് റെഡിയാക്കി തരണം, നല്ല വൃത്തിക്ക് ചെയ്യണം എന്നൊക്കെ എനിക്കൊരു ഭയങ്കര പ്രോത്സാഹനമാകും. അപ്പോൾ അത് തന്നുകൊണ്ടേയിരിക്കുക. ഞാനിത് റെഡിയാക്കി കൊണ്ടുവരുമ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ.